വർക്കല റെയിൽവേ സ്റ്റേഷന് അഭിമുഖമായിട്ടുള്ള ലൈന റോഡാണ്. ഈ റോഡ് വർഷങ്ങളായി ഈ അവസ്ഥയിലാണ് കിടക്കുന്നത്. വർഷങ്ങളായി ഈ റോഡ് വർഷങ്ങളായിട്ട് എൻ്റെ ഓർമ്മയിലാണെങ്കിൽ ഒരു 10 വർഷമായിട്ട് ഈ റോഡ് വളരെ മോശമായിട്ട് കിടക്കുകയാണ്. ഇവിടുത്തെ ആളുകൾ പല റെപ്രസെൻറ്റേഷനും ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ കൗൺസിലർ MLA അടുത്ത്. പക്ഷേ കാര്യം നടക്കുന്നില്ല. ഇതിൻ്റെ തുടക്ക ഏരിയ ഉണ്ടല്ലോ, ഞങ്ങൾ റെയിൽവേക്കാർ തന്നെ കുറച്ച് സഹായിച്ച് അവിടെ ഒരു തിട്ട പോലെയൊക്കെ കെട്ടിക്കൊടുത്തു. പക്ഷെ അത് ഇപ്പം മഴയത്ത് ഒലിച്ചു പോയി. അപ്പോൾ ഉടൻ റോഡിൻ്റെ പണി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഞങ്ങൾ ഒരു ശുഭപ്രതീക്ഷയിലാണ്. ഇവിടെ ഒരു റോഡ്, ഈ റോഡ് ഇത്ര വർഷമായിട്ട് ഇങ്ങനെ കിടക്കണമെങ്കിലേ എന്തുമാത്രം ഡീസൽ പെട്രോൾ നഷ്ടം, എന്തുമാത്രം വണ്ടിയുടെ സ്പെയർ പാസുകൾ തേയ്മാനം സംഭവിക്കും, അങ്ങനെ ഒരുപാട് വിഷയങ്ങളല്ലേ. ഇതൊന്നും റോഡ് ഇങ്ങനെ ഇട്ട് നിൽക്കുക അല്ല, അത് ശരിയാണ്. ഈ പൊതുവേ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഈ റോഡുകളുടെ പരാമലിപ്പ് വളരെ മോശമാണ്. അതിൻ്റെ കാരണം ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു ശോചനീയാവസ്ഥയാണ് അത് കാണിക്കുന്നത്. നമ്മൾ സാധാരണ ജനങ്ങൾ പറയാറുണ്ടല്ലോ, ഈ ഒരു കോൺട്രാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പല ശതമാനങ്ങളും പലർക്കും വീതിച്ചു പോകുന്നത്. അത് കാരണമാണ് ഈ റോഡുകൾ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള കാരണം. അത് മാറിയാൽ മാത്രമേ നാടിന് നല്ല... മോഹൻലാലിൻ്റെ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ 30% രാഷ്ട്രീയ പുനരുദ്ധാരണം ഇവിടെ നടക്കുന്നുള്ളൂ അല്ലേ? അത് ഉള്ളത് തന്നെയാണ്. 60% പല കൈകളിലേക്ക് പോവുക. അത് ഉള്ളത് തന്നെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അത് മാറിയാൽ മാത്രമേ നമ്മൾ വരുന്ന രാഷ്ട്രീയക്കാർ അവരുടെ ജീവിതമാർഗമാക്കരുത്. അവർ നാടിനെ സേവിക്കണം, അല്ലാതെ നമ്മുടെ കുടുംബത്തിനെ സേവിക്കാൻ വേണ്ടി ഒരിക്കലും രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിലൊക്കെ പോകണം.